Hello my dears, welcome back to Silent Learning. It's me Sri Bhama SB. അപ്പോൾ മക്കളെ നമ്മളിതാ വീണ്ടും തിരിച്ച് സ്കൂളിലോട്ട് പോകാനുള്ളൊരു സമയത്തിൻ്റെ ആ ഒരു അടുത്ത് എത്തിയിട്ടുണ്ടല്ലേ. വെക്കേഷനൊക്കെ ഓവർ ആവാൻ പോവാണ്. ഇനി ദിവസങ്ങളൊന്നും ഇല്ല, ദിവസങ്ങളല്ല, വിരൽ എണ്ണാവുന്ന 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ വീണ്ടും ബാക്ക് ടു സ്കൂളായി. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നുള്ളത്? നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. നോക്കട്ടെ എത്ര പേർക്കാണ് സ്കൂളിൽ പോകാൻ ഇഷ്ടം. ചിലർക്ക് ഇഷ്ടമാവില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മിസ്സിന് അറിയാൻ വേണ്ടി പറ്റണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. റെഡി? അപ്പൊ നമുക്കൊരു പുതിയ ബിഗിനിങ് അല്ലേടാ ഈ ഒരു വർഷം. 5ാം ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ 5th UP-യിലെ ഫസ്റ്റ് ക്ലാസ്, LP കഴിഞ്ഞ് നിങ്ങൾ കുറച്ചും കൂടെ വലിയ മക്കളാകാൻ പോകുന്ന ഒരു അടിപൊളി വർഷമല്ലേ. അപ്പൊ പുതിയ സ്റ്റാർട്ടിംഗ് ആണ്, പുതിയൊരു സ്റ്റാർട്ടപ്പ് ടൈമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു വർഷം അക്കാഡമിക് ഒരു അടിപൊളിയാക്കാം, എങ്ങനെ നമുക്ക് ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് വെക്കേഷൻ കഴിയാനാവുന്ന ഈ ഒരു കറക്റ്റ് സമയത്ത് ഇതുപോലൊരു സാധനങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കി, ഈ ഒരു അക്കാഡമിക് ഒരു പൊളിയായിരിക്കും. സോ ഹൗ ടു പ്രിപ്പയർ ക്ലാസ്സസ്, എങ്ങനെ നമുക്ക് ക്ലാസ്സുകളെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ഒരേപോലെ കൊടുത്ത ഒരൊറ്റ കാര്യമുള്ളൂ, ടൈം അല്ലേ. 24 hour ആണ് എല്ലാവർക്കും തന്നിട്ടുള്ളത്. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട്. ഒരു ദിവസം ഒന്നും പഠിക്കാത്ത കുട്ടിയും ഒരു ദിവസം അത്യാവശ്യം കുഴപ്പമില്ലാതെ അത് ക്ലാസ്സുകളൊക്കെ പഠിച്ചു പോയ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓഫ് കോഴ്സ് അത് വ്യത്യാസമുണ്ട്. ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് കാര്യങ്ങളൊന്നും പിന്നെ ഓർമ്മ നിൽക്കില്ല, പരീക്ഷ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതേ സമയത്ത് ഇപ്പോൾ ഇന്ന് മിസ് ഒരു ക്ലാസ് എടുത്തു, ആ ക്ലാസ് ക്ലിയർ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടി, അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ് കേൾക്കുമ്പോൾ വീണ്ടും അതേ ക്ലാസ്സിന്റെ റിപ്പീറ്റേഷൻ കേൾക്കുമ്പോൾ കുട്ടിക്ക് അത് റിവിഷനാണ്. പക്ഷെ മറ്റേ കുട്ടിക്ക് അത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഫീൽ അല്ലേ. സോ ടൈം മാനേജ്മെന്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് ഏത് കാര്യത്തിൽ, നിങ്ങളുടെ ഇപ്പത്തതിലാണെങ്കിലും ലൈഫിലാണെങ്കിലും സമയം എന്ന് പറയുന്നത് തിരിച്ച് കിട്ടാത്തൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏകദേശം ഒരു സമയം അറിയാലോ. അപ്പം നിങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പം മിസ്സ് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, കാരണം നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഏകദേശം ഒരു ധാരണയിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾ ഏകദേശം ഒരു 2-3 ദിവസം മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ നോട്ട്സിലൊന്ന് എഴുതി വെക്കുക. ഇന്ന സമയത്ത് ഇന്നത് ചെയ്തു, അപ്പോൾ ഏകദേശം ഇത്ര കൂടുതൽ സമയം ഞാൻ എന്തിനാണ് ടൈം എടുത്തത്, ഏതിന് ഞാൻ സമയം കൂടുതൽ യൂട്ടിലൈസ് ചെയ്തു എന്നൊക്കെ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി, ഇന്നത് ഞാൻ വെറുതെ സമയം കളഞ്ഞ് ഇത്ര സമയമുണ്ട്, ഇത്ര സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്തു, അങ്ങനെ ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റിയത് ടൈം അനുസരിച്ചിട്ടുള്ളൊരു ടൈം ടേബിളാണ്. അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ടൈം ടേബിൾ ഉണ്ടാക്കുന്നൊന്നും ഇല്ലടാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മതി. ഇപ്പോൾ രാവിലെ ഒരു 5-6 മണിക്ക് എണീക്കുന്നെങ്കിൽ അത് മതി. 6 മണി തൊട്ട് ഒരു 7 മണി വരെ പഠിക്കാം, ഒരു 7:30 വരെ പഠിച്ചു വെച്ചോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോഴേക്ക് സ്കൂളിൽ പോയാൽ സമയമായി ബസ് വന്ന് പോവാം. അത് കഴിഞ്ഞ് ഒരു 1 മണി, ഒരു 4-5 മണിയാവും നിങ്ങൾ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ തിരിച്ചെത്തി കഴിഞ്ഞ ഒരു 5 മണിയോ 5:30 ആയിട്ട് ഒന്ന് ഫ്രഷ് ആവുക, ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക, സംസാരമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 6:30 അല്ലെങ്കിൽ 6 മണി 6:30 സമയമാകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റഡിയിലോട്ട് തിരിച്ചു പോവാം. ഒരു 6:30 തൊട്ട് ഒരു 8:30 വരെ പഠിക്കാം, ഒരു 2 മണിക്കൂർ മതി. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുക. പിന്നെ വേണമെങ്കിൽ വീണ്ടും പഠിക്കേണ്ടവർക്ക് പഠിക്കാം, ഹോംവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ബുക്സുകൾ വായിക്കണമെങ്കിൽ അത് വായിക്കാം, സംസാരിക്കണമെങ്കിൽ വീട്ടിൽ അമ്മേനോട് അച്ഛനോടൊക്കെ സംസാരിക്കണം, അങ്ങനെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും പഠിക്കാനെങ്കിൽ പഠിച്ച് ഒരു 10-10:30 ആവുന്ന സമയത്ത് ഒന്ന് കിടന്ന് നോക്കി, എന്നിട്ട് രാവിലെ 5:30 എണീറ്റ് നോക്കി. ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ലേറ്റ് ആയിട്ട് കടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 12, 1, 2 മണി വരെയൊക്കെ ഫോൺ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയടാ. നിങ്ങൾ ചെറിയ മക്കളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള മൈൻഡും കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ, ഫിസിക്കലി മെൻ്റലി നിങ്ങൾ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ്ലി ഇരിക്കുന്നത്. സോ നിങ്ങൾ അതിനനുസരിച്ച് നോക്കി അടിപൊളി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യാൻ. റെഡി? അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കണം. അപ്പോൾ ഈ ഒരു വർഷം പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള വർഷമാണല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മാറ്റങ്ങൾ വരികയാണ്, പഠനത്തിൻ്റെ കേസിൽ മാറ്റം വരികയാണ്, പല റൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം, റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നന്നായിട്ട് പഠിച്ച് സെറ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാ ചോദിച്ചാൽ മിസ്സ് പറയും, അത് ഓഫ് കോഴ്സ് നമ്മുടെ പൃഥ്വി ബാച്ചാണ്. പൃഥ്വി ബാച്ചിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ലൈക്ക് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം എൻ്റെ മക്കൾക്ക് ഇപ്രാവശ്യം അവൈലബിൾ ആണ്. അതും 2 രീതിയിൽ വരെ ഓപ്ഷൻ ഉണ്ട്, ബേസ് പ്ലാനും ഇൻഫിനിറ്റിയും. ബേസ് പ്ലാൻ വരുമ്പോൾ നോർമൽ ക്ലാസ് ഉണ്ടാവും, നോട്ട്സുകൾ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, കാര്യങ്ങളെല്ലാം കിട്ടും. ഇൻഫിനിറ്റിയിലോട്ട് വരുമ്പോൾ പേൾ വീഡിയോൻ്റെ ആക്സസ്, റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ആക്സസ് ലഭിക്കുന്നത്, പുതിയ ബാച്ചുകളുടെ ഇപ്പോൾ എൻഡ് ഗെയിം ബാച്ച് എന്നൊക്കെ പറയും, എന്ന് വെച്ചാൽ റിവിഷൻ ബാച്ച്, കംപ്ലീറ്റ്ലി റിവിഷൻ ബാച്ചിൻ്റെ ആക്സസ് ഒക്കെ ലഭിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഇൻഫിനിറ്റി എടുക്കുന്നതാണ് ബെറ്റർ.
അപ്പം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏതാണെന്ന്. ബെസ്റ്റ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ 9995400800 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, സംസാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, പാരൻസിനോട് പറയുക എനിക്കിങ്ങനെ പഠിക്കണം അമ്മ, ഒരു വർഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യുക കേട്ടോ. മാക്സിമം ജോയിൻ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ടൈമാണ്, ഏറ്റവും നല്ലൊരു ടൈമാണ്. വെക്കേഷന് മുമ്പേ തന്നെ ജോയിൻ ചെയ്ത് അതിനനുസരിച്ച് സെറ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, മിടുക്കറായിട്ട് ഫുൾ എ ഗ്രേഡ് തന്നെ വാങ്ങിക്കാൻ വേണ്ടി പറ്റട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഉഷാറായിട്ട് 5ാം ക്ലാസ് നമുക്ക് സെറ്റ് ആക്കാം.